നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാൾ കോട്ടുവാടുന്നത് കണ്ടിട്ട് കോട്ടുവാടാൻ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരാൾ ഭയങ്കരമായിട്ട് സാഡായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കരഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ കൂടെ കരയണം എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കരയാൻ തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സംഗതി ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ന്യൂറോ സയൻസിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാരണമാണ് മിറർ ന്യൂറോൺസ് എന്നുള്ളത്. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെല്ലുകളാണ്. ഈ ന്യൂറോൺസ് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് സെയിം മാനറിൽ തന്നെയാണ് അതേ സെയിം ആക്ടിവിറ്റി മറ്റൊരാൾ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. 1990s മങ്കീസിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയിലൂടെയാണ് ഇത് ആദ്യമായിട്ട്. സ്റ്റഡിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, മങ്കീസിന് ആദ്യം ഒരു ആപ്പിളോ അതുപോലെ എന്തോ കഴിക്കാൻ കൊടുത്ത സമയത്ത് മിറർ ന്യൂറോൺസ് ആക്റ്റീവായി ഒരു പർട്ടിക്കുലർ ആക്ഷൻ അത് പ്രോസസ് ചെയ്യുന്നു. പിന്നീട് ആ സെയിം മങ്കി വേറൊരു മങ്കി സെയിം പ്രോസസ്സ്, അതായത് ഈ ആപ്പിൾ കഴിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് സെയിം കൈൻഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് മിറർ ന്യൂറോൺസിൽ സംഭവിക്കും. അങ്ങനെയാണ് അവർ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. മിറർ ന്യൂറോൺസിന്റെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കാരണം അവ നമ്മുടെ എംപതിയിലും വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഇമോഷൻ ഒരാൾ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണല്ലോ എംപതി. സോ ഈ മിറർ ന്യൂറോൺസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഈ മിറർ ന്യൂറോൺസിൻ്റെ ആക്ടിവേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിയാതെ ഇതുകൊണ്ടുമാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മിറർ ന്യൂറോൺസിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പുതിയതാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.